ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അൽഹംദുലില്ലാ, ഞാനും റാഹത്തായിട്ട് പോകുന്നു. ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഒരു നെയ്ച്ചോറിൻ്റെ റെസിപ്പിയാണ്. ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നെയ്ച്ചോറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ഒത്തിരി സമയമൊന്നും വേണ്ട. എങ്കിൽ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? പിന്നെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം കേട്ടോ. നമുക്ക് ആദ്യമായിട്ട് ആവശ്യമായിട്ടുള്ളത് അരിയാണ്, ബിരിയാണി ഉണ്ടാക്കുന്ന അരി. ഇത് ഞാൻ 1 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. ഒട്ടും വെള്ളമില്ലാതെ ഊറ്റിയെടുക്കണം. പിന്നെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം. നമ്മൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കാൻ എടുക്കില്ലേ, അതുപോലെ ഈ അളവ് തെറ്റിക്കാതിരുന്നാൽ മാത്രം മതി. ഇനി ആവശ്യമായിട്ടുള്ളത് 1 ക്യാരറ്റും 2 സവാളയുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതുപോലെ ചെറുതായിട്ടൊക്കെ ഒന്ന് നുറുക്കിയെടുക്കണം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് അണ്ടിയും മുന്തിരിയുമാണ്. അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും എടുക്കാം. പിന്നെ ബിരിയാണി ആണെങ്കിലും നെയ്ച്ചോറാണെങ്കിലും ഉണ്ടാക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഡാൽഡയാണ്. ഞാനിപ്പോൾ ഇതുണ്ടാക്കാൻ എടുക്കുന്നത് ഡാൽഡ തന്നെ. ഇനി ഒരു 7 ഏലക്കായയും ഒരു 5 ഗ്രാമ്പും ഒരു 8-9 പട്ടയുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഉണ്ടാക്കാൻ എടുക്കുന്ന പാത്രം ഇതുപോലെ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ആ ഡാൽഡയുടെ പകുതിയോളം ഡാൽഡ ഞാൻ ഈ ചെമ്പട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൽ എക്സ്ട്രാ എണ്ണയോ നെയ്യോ ഒന്നും ചേർത്ത് കൊടുക്കില്ല, ഈ നെയ്യ് മാത്രം തന്നെ. ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് സവാള ഇട്ട് കൊടുക്കാം. സവാള മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇതൊന്ന് പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതൊന്ന് പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടി നമുക്ക് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെക്കാം. ഇപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അണ്ടി, മുന്തിരി, ഏലക്കായ, പട്ട, ഗ്രാമ്പു എല്ലാം ചേർത്ത് കൊടുക്കണം. ഒപ്പം തന്നെ 2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം. ഞാൻ പറഞ്ഞില്ലേ, 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം, അത് നിങ്ങൾ മറക്കരുത്. നന്നായി തിളപ്പിച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കണം. നേരത്തെ ഉപ്പ് ഉള്ളി വാടി കിട്ടാൻ വേണ്ടി ചേർത്തതാണ്, അതുകൊണ്ട് ശ്രദ്ധിക്കണം കേട്ടോ, ഉപ്പ് ചേർക്കുമ്പോൾ കൂടി പോവണ്ട. ഇപ്പോൾ നന്നായി തിളച്ച് ഈ സമയത്താണ് ക്യാരറ്റ് ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് ഒപ്പം തന്നെ നമുക്ക് നേരത്തെ ഊറ്റി മാറ്റി വെച്ചിട്ടുള്ള ആ അരിയില്ലേ, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബിരിയാണി അരി. ഇതിലൊട്ടും വെള്ളം ഉണ്ടാവരുത് കേട്ടോ, അപ്പോൾ നമ്മുടെ വെള്ളത്തിൻ്റെ അളവെല്ലാം മാറിപ്പോകും. വെള്ളമില്ലാതെ വേണം അരി ഇതിലേക്ക് ഊറ്റി മാറ്റിയിട്ട് കൊടുക്കാൻ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ ഇത് ചില ആളുകൾ ഇത് മൂടി വെച്ചിട്ട് വേവിക്കുന്നത് കാണാം. കുക്കറിലൊക്കെയാണ് ഉണ്ടാക്കുന്നത് എന്നുണ്ടെങ്കിൽ 1 വിസിലടിച്ചാൽ തന്നെ വെന്ത് വരും. ഞാനിപ്പോൾ ചെമ്പട്ടിയിൽ വെച്ചിട്ടാണല്ലോ ഉണ്ടാക്കുന്നത്. നിങ്ങൾ തുറന്ന് വെച്ചിട്ട് തന്നെയാണ് ഇങ്ങനെ വേവിച്ചെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ പകുതി സ്പീഡാക്കിയിട്ട് നമുക്ക് ഇത് വേവിച്ചെടുക്കാവുന്നതാണ്. ഇനി മൂടി വെച്ചിട്ടാണ് എന്നുണ്ടെങ്കിൽ തീ വളരെ കുറച്ച് വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ, അടി പിടിക്കാതെ നോക്കുക. ഇനി ഈ വെള്ളം നന്നായിട്ട് വറ്റി വരുന്ന സമയത്ത് നമ്മുടെ അരി നന്നായി വെന്ത് തുടങ്ങും. പിന്നെ അരി ഒട്ടിപ്പിടിക്കുന്ന വല്ല അവസ്ഥയും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് ഒരു അരമുറി ചെറുനാരങ്ങാനീര് കുരുപെടാതെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ അരി ഒട്ടിപ്പിടിക്കില്ല. ഇപ്പോൾ ഇതിലുള്ള വെള്ളം നന്നായി വറ്റി വന്നിട്ടുണ്ട്. പക്ഷേ ഇത്ര പോരാ, ഒന്നും കൂടി ഇതിലുള്ള വെള്ളം നന്നായിട്ട് ഒന്നും കൂടി വറ്റി വരണം. ഇപ്പോൾ ഞാനിതൊന്ന് വെന്തോ എന്ന് നോക്കിയപ്പോൾ ഉള്ളരി ഒന്നും കൂടി വേവാനുണ്ട്. ഇനി ഇതൊന്നും കൂടി ഞാൻ മൂടി വെക്കുന്നുണ്ട്. മൂടി വെച്ചിട്ട് വേവിച്ചിട്ട് വെന്ത് എന്ന് തോന്നി കഴിയുമ്പോൾ പിന്നെ ഇത് ചെറുക്കളിച്ച് വേണം മൂടി വെക്കാൻ. ഇതിലേക്ക് വിയർപ്പിറങ്ങിയിട്ട് പിന്നെ ഇതൊന്നാകെ കുളമായി പോവരുത്, അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഒരു 5 മിനിറ്റും കൂടി മൂടി വെക്കാം. ഇപ്പോൾ നല്ല സൂപ്പറായിട്ടുള്ള
നെയ്ച്ചോറ് ഇതാ ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് കേട്ടോ, ബെസ്റ്റ് ഫ്രണ്ടാണ് ഷംന. അവൾക്ക് നെയ്ച്ചോറ് വെക്കാൻ വളരെ ഈസിയാണ്. എന്നേക്കാൾ വളരെ സ്പീഡിൽ അവൾ നെയ്ച്ചോറ് ഈസി ആയിട്ടുണ്ടാക്കും. എനിക്ക് ഈസി ആയിട്ടുണ്ടാക്കാൻ തോന്നിയിട്ടുള്ളത് ബിരിയാണിയാണ് കേട്ടോ. ഇവിടെ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് എൻ്റെ ഉമ്മയാണ് നെയ്ച്ചോറുണ്ടാക്കാൻ എനിക്ക് പഠിപ്പിച്ച് തന്നത്. ഇപ്പോൾ അൽഹംദുലില്ലാ ഞാനും ഇത് പഠിച്ചു. വളരെ പെട്ടെന്നായിട്ട് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന സിമ്പിൾ റെസിപ്പി തന്നെയാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആ ഓൾ ബട്ടണും കൂടി ഞെക്കി കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഒപ്പം തന്നെ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഇന്ന് തന്നെ അറിയാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നെയ്ച്ചോറ് ഇന്ന് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈസി ആയിട്ട് തന്നെ വേഗത്തിൽ തയ്യാറാക്കിയെടുക്കാം. ഇതിൻ്റെ കൂടെ ഞാനൊരു ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും കാണിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഈ വീഡിയോയിൽ ഇടുന്നില്ല. തൊട്ട് പിന്നാലെ ഞാൻ അതും കൂടി ഇടാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന സിമ്പിൾ റെസിപ്പി തന്നെയാണ് ഈ നെയ്ച്ചോറിൻ്റെ റെസിപ്പി. ഒട്ടും എരിവോ അങ്ങനെ ഒന്നുമില്ല, കുട്ടികൾ പോലും കഴിച്ചു പോകും. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബായ്.